Hi friends, welcome back to my channel. Nurukku Gothambu വെച്ചിട്ടുള്ള കേസരിയുടെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ 1 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. അതിനുശേഷം ഇതിലുള്ള വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം. അതിനു വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ടേക്ക് ഈ ഒരു കഴുകി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. ഒന്ന് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ടേക്ക് ഒരു 3 ടീസ്പൂണ് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിലോട്ടേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഞാനിവിടെ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് തന്നെ നമുക്ക് മെഷറിംഗ് കപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. ഏത് കപ്പിലാണ് നമ്മൾ ഗോതമ്പ് അളന്നെടുത്തത് ആ കപ്പിൽ തന്നെ അളന്നെടുത്തിട്ട് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മധുരവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ്. ഇത് പഞ്ചസാര ഏലക്കും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുന്നതോടുകൂടി ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം കൂടെ ഇതിലോട്ടുള്ള വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി വീഡിയോസായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.